മുതിർന്ന ആളുകളുടെ പോലും, അങ്ങനെ നല്ലാത്ത ആളുകളുടെ പോലും നമുക്ക് വേറെ ആരുടെ ഒന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട, ലോകം എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ എന്താ പറയുക, ഭയാനകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ ചെയ്യുന്ന ദൗത്യം എന്ന് പറയുന്ന, ഒരു പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് എത്ര അതിനെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ വലിപ്പത്തെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ മഹത്വത്തെ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഷിനിലാൽ എന്നൊരു എഴുത്തുകാരുണ്ട്, നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത്. ഷിനിലാലിൻ്റെ ഒരു ചെറിയൊരു കഥയുണ്ട്. മിനിക്കഥയാണ്. ആ കഥയിൽ പറയുന്നത്, അയൽവക്കത്തെ വീടിന് തീ പിടിച്ചത് ഞാൻ അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരിക്കും. അയൽവക്കത്തെ വീടിന് തീ പിടിച്ചത് ഞാൻ അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ വിഷ്വൽ കിട്ടിയിട്ടാണ് ഞാൻ അറിയണത്. FB വഴി ഷെയർ ചെയ്ത വിഷ്വൽ കിട്ടിയിട്ടാണ്. ഞാൻ ആ വിഷ്വൽ ഷെയർ ചെയ്ത് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് നോക്കി, അപ്പോൾ 1-2 കമൻ്റ് ഉണ്ട്, 3-4 ലൈക്കും. വൗ, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫയർ എന്നാണ്. കഥ കഴിഞ്ഞു. അപ്പം അയൽവക്കത്തെ വീടിന് തീപിടിച്ചാൽ പോയി നോക്കേണ്ട ആളായിരുന്നു ഞാൻ, അല്ലേ? ഈ പറഞ്ഞ കഥയിലെ നായകൻ അയൽവക്കത്തെ വീടിന് തീപിടിച്ചാൽ അവിടെ തീ കെടുത്താൻ ഓടിപ്പോണ്ട ആളായിരുന്നു. പക്ഷെ എനിക്കതൊരു വിഷയമല്ല. അയൽവക്കത്തെ തീ കെടുത്തേണ്ട ആളായിരുന്നു ഞാൻ, അവിടെ ഓടിപ്പോണ്ട ആളായിരുന്നു ഞാൻ. അവിടുത്തെ ആൾക്കാർ ജീവിച്ചോ, വീട് കത്തിപ്പോയോ, അവർ ആരെങ്കിലും ആസ്പത്രിയിലാക്കിയോ, അവർക്ക് എന്തേ പറ്റി എന്നൊന്നും അത്ര പ്രധാനമല്ലാത്ത, അതൊന്നും ഒരു കൺസേൺ അല്ലാത്ത ആളുകൾ ഇങ്ങനെ കൂടി വരുന്ന സമയത്താണ് നമ്മുടെ നാട്ടിലൊക്കെ റെസിഡൻസ് അസോസിയേഷനുകളിൽ, ഞാൻ ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ നിന്ന് കേൾക്കാറ്, 150-ലധികം 151 കുടുംബങ്ങളുള്ള ഒരു അസോസിയേഷൻ. നിരന്തരമായി, ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട്, രജീന്ദ്രൻ സാറൊക്കെ എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ മകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീധരേട്ടനും രജീന്ദ്രകുമാറൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ഇവിടെ എന്തോ ഒരു കുട്ടികളുടെ എന്തോ ഒരു പ്രോഗ്രാമിന് ഞാൻ വന്നിട്ടുണ്ട് കുറേ കാലം മുമ്പ്. അപ്പോൾ വിദ്യാർത്ഥികൾ അനുമോദനത്തിന്, ശരിയാണ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഈ തരത്തിൽ അടുത്ത വീട്ടുകാർക്ക് എന്ത് സംഭവിക്കുന്നു, ആ വീട്ടിൽ എന്താണ് പ്രശ്നം, അവർക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും ഒക്കെ അസോസിയേഷനുകൾ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾ വളരെ വലുതാണ്. ഒരുമയുടെ പ്രവർത്തന റിപ്പോർട്ട് ഞാനിവിടെ ഇന്ന് ഇങ്ങനെ കേൾക്കായിരുന്നു. ഒരുപാട് കാലമായി പിന്നെ ഒരുമ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ പൊതു വിങ് മാത്രമല്ല, വനിതാ വിങ്ങുണ്ട്, യൂത്ത് വിങ് ഉണ്ട്, അല്ലേ? അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുന്ന, അവരുടെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത് വളരെ വളരെ വലിയ കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു പുസ്തകത്തിൻ്റെ കാര്യം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം, ഇക്കിഗായി എന്നൊരു പുസ്തകം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലർ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? വായിച്ചവരാരെങ്കിലൊക്കെ ഉണ്ടാവും ഇവിടെ. ഇക്കിഗായി എന്നുള്ള പുസ്തകം എന്താണ് അന്വേഷിക്കുന്നത്, ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെ ആളുകളുടെ, ഏറ്റവും സന്തോഷമായി ജീവിക്കുന്ന ആളുകളുള്ള ലോകത്തിലെ സ്ഥലങ്ങൾ തപ്പിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ജപ്പാനിലെ ഒക്കിനാവ. ഒക്കിനാവയിലെ ആളുകളുടെ എന്തൊക്കെയാ അവരുടെ പ്രത്യേകത? ആ ദേശത്തെ ആളുകളുടെ, ജപ്പാനിലെ ഒരു ചെറിയ പ്രദേശമായ ഒക്കിനാവയിലെ പ്രത്യേകത എന്താണ്? അവർക്ക് ദീർഘായുസ്സുണ്ട്, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷമായി മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ജപ്പാനിലെ ഒക്കിനാവ. എന്താ കാരണം? ആ പുസ്തകം, നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കണം, നല്ലതാണ്. അതിൻ്റെ സമ്മറി യൂട്യൂബിൽ കിട്ടും. അതിൻ്റെ സമ്മറി പല പോഡ്കാസ്റ്റുകളിലും ലഭ്യമാണ്. പുസ്തകം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ലൈബ്രറി ഒക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്. എന്തായാലും അതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഓഡിയോ രൂപത്തിലും PDF രൂപത്തിലും
യൂട്യൂബ് അതിൻ്റെ സമ്മറി പറയുന്ന രൂപത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ലഭ്യമാണ്. ആ പുസ്തകം വളരെ ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഈ കൃതിയിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ജപ്പാനിലെ ഒക്കിനാവ. എന്താണ് സന്തോഷത്തിന് അടിസ്ഥാനം? സന്തോഷം ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 1 ദീർഘായുസ്, 2 ആരോഗ്യം, 3 സന്തോഷം, അല്ലേ? എന്താണ് ഒരു പ്രത്യേക ദേശത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ലോകത്ത് എത്ര മനുഷ്യർ മറ്റു മനുഷ്യരുടെ നിരപരാധികളെ രക്തം വീഴ്ത്തുന്നുണ്ടാവും, എത്ര കണ്ണീര് ഈ ഭൂമിയിൽ വീഴുന്നുണ്ടാവും. നമുക്ക് കേൾക്കാൻ, നമ്മുടെ ഈ പരിസരത്ത് മാത്രം കേൾക്കാൻ ചെവിയുള്ളത് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അത്രയധികം കണ്ണീര്, അത്രയധികം ചോര, അത്രയധികം ശാപവാക്കുകൾ, അത്രയധികം ഉപദ്രവങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിലെ പല സ്ഥലങ്ങളിലും. നമ്മുടെയൊക്കെ കുട്ടികൾ സന്തോഷമായിട്ട് ധൈര്യമായിട്ട് ഇവിടെ കളിക്കും. ലോകത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ ലാൻഡ് മൈനുകൾ ഇങ്ങനെ മണ്ണിൽ വീണിട്ട് നടന്നു പോകുന്ന കുട്ടികളുടെ കാലിങ്ങനെ പൊട്ടിത്തെറിക്കും. അങ്ങനത്തെ വിഷ്വൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ലാൻഡ് മൈനുകൾ വീണ് പൊട്ടിയിട്ട് കാല് ചെതറിപ്പോയ ചെറിയ കുഞ്ഞുങ്ങളുടെ കൂട്ടമൊക്കെ ലോകത്തുണ്ട്. ഇങ്ങനെ ഒരുപാട് അക്രമങ്ങൾ. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് അതിന് ഗ്രീൻ ഓസ്കാർ അവാർഡ് കിട്ടി. അപ്പം അതിൻ്റെ ആരംഭത്തിൽ വംശനാശം വന്ന 2 ചെറിയ കുരുവികൾ പരസ്പരം പറയാണ്, ഈ ലോകത്ത് ഏറ്റവും അപകടം പിടിച്ചൊരു ജീവിയുണ്ട്. ആ ജീവിൻ്റെ പേരെന്ന് നമുക്കറിയാം, മനുഷ്യൻ, അല്ലേ? 2 കാലിൽ നടക്കും, വസ്ത്രമൊക്കെ ധരിക്കും, വീടുണ്ടാക്കും, പിന്നെ ഒരു കാരണമില്ലാതെ പരസ്പരം ദ്രോഹിക്കും, കൊല്ലും. ഇതൊക്കെ ചെയ്യുന്ന, അത് അവർ തമ്മിൽ കൊല്ല മാത്രമല്ല നമ്മളെല്ലാരെയും കൊല്ലും, നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയുണ്ട് ഈ ലോകത്ത്. ഇത് വന്നതിന് ശേഷം ഈ ഭൂമിക്ക് സമാധാനമില്ല എന്ന് പറഞ്ഞ 2 കുഞ്ഞു കുരുവികളുടെ കഥ കാണിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെന്ററി ആരംഭിക്കുന്ന. ആ കുരുവികൾ ഇപ്പം ഇല്ല, വംശനാശം സംഭവിച്ചു പോയി എന്നുള്ളതാണ് അവർ പറഞ്ഞ പോലെ തന്നെ. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ലോകത്ത് ഇപ്പുറത്ത് എന്താണെന്നറിയോ? ഇപ്പുറത്ത് എൻ്റെ തറവാട് മുക്കത്താണ്. മുക്കം അഗസ്ത്യമൊഴി, മാമ്പറ്റയാണ് എൻ്റെ സ്ഥലം. ഇന്ന് തൊട്ടടുത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് അഗസ്ത്യമൊഴി. അഗസ്ത്യമൊഴിയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവപാർവതിമാരുടെ വിവാഹത്തിന് എല്ലാ മനുഷ്യരും ജീവജാലങ്ങളൊക്കെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭൂമി ചരിഞ്ഞു പോയപ്പോൾ ഭൂമിയെ ബാലൻസ്ഡ് ആയി നിലനിർത്താൻ വേണ്ടി അഗസ്ത്യൻ എന്ന് പറയുന്ന മുനിയോട് പോയി നിൽക്കാൻ പറഞ്ഞ സ്ഥലമാണെന്നാണ് വിശ്വാസം. അപ്പം നമ്മൾ ഐതിഹ്യമോ പുരാണോ വിശ്വാസമൊക്കെ മാറ്റിവെച്ചാൽ ഞാൻ അതിന് എടുക്കുന്ന ഒരു കഥയുണ്ട്. ഇങ്ങനെ ഒരുപാട് അനീതികളും അക്രമങ്ങളും നിരപരാധികളുടെ ചോരയും കണ്ണീരൊക്കെ ഭൂമിയിൽ വീഴുമ്പോഴും ഈ ഭൂമിയായി ജീവിക്കാൻ കൊള്ളാവുന്നതായി നിലനിർത്തുന്ന കുറേ മനുഷ്യരുണ്ട് ഇപ്പുറത്ത്. നന്മ ചെയ്യുന്ന മനുഷ്യരുണ്ട്. പ്രതിഫലം ആഗ്രഹിക്കാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം മനുഷ്യരോട് ചേർന്നുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ നിലനിൽക്കുന്നത്. ഇത്തരം അസോസിയേഷനുകൾ എന്താ ചെയ്യേണ്ടത്? ഈ തരത്തിൽ നമ്മുടെ ദേശത്തെ, നമ്മുടെ ചെറിയ പ്രദേശത്ത് ഈ 151 വീടുകളെ, അതിലെ ആളുകളെ, അടുത്തുള്ള മറ്റ് അസോസിയേഷനുകളെ, കോഴിക്കോട് ജില്ലയെ, കേരളത്തെ, ഇന്ത്യയൊക്കെ, ഈ ലോകത്തെ തന്നെ നന്നായി ജീവിക്കാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടേണ്ടതുണ്ട്. അത്തരം ശ്രമങ്ങളുടെ ഒരു പട്ടികയൊക്കെയാണ് ഇവിടെ വായിച്ചു കേട്ടത് എന്നുള്ളതാണ്. ഒരിക്കല് പിന്നെ ഇതിലേക്ക് തിരിച്ചു വരാം. ഇക്കിഗായിലെ ഈ 2 ആളുകളാണ് ആ പുസ്തകം എഴുതിയത്. അപ്പൊ അവരവിടെ പോയി താമസിച്ച് പഠിച്ച് എന്താണ് ഈ ദീർഘായുസിന്റെ സന്തോഷത്തിന്റെ രഹസ്യം എന്ന് അന്വേഷിച്ചപ്പോൾ അവരുടെ 3-4 കാരണങ്ങൾ കണ്ടെത്തി. ഒന്ന്, എല്ലാവർക്കും ഒരു ഇക്കിഗായി വേണം, ജീവിക്കാൻ എന്തെങ്കിലും ലക്ഷ്യം വേണം. ജീവിക്കാൻ എന്തെങ്കിലും ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടോ കഥ? ഒരാള് സ്കൂളിൽ പഠിക്കുന്ന ഒരാളോട് ചോദിച്ചു, സന്തോഷല്ലേ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പഠിക്കുമ്പോൾ എന്താ സന്തോഷം, വലിയ പ്രയാസം അല്ലേ? സന്തോഷമല്ല, ജോലി കിട്ടിയാലേ സന്തോഷമാവുള്ളൂ എന്ന് പറഞ്ഞു. ജോലി കിട്ടിയപ്പോൾ ചോദിച്ചു, ഇപ്പൊ സന്തോഷമായോ എന്ന് ചോദിച്ചു. ഇല്ല, കല്യാണം കഴിക്കണം അല്ലേ, എന്നാലാ സന്തോഷാവുക. കല്യാണം കഴിച്ചവരൊക്കെ അല്ലേ സന്തോഷമാണോ എന്നുള്ള വേറൊരു കഥ പോട്ടെ. അപ്പൊ കല്യാണം കഴിച്ചാൽ സന്തോഷമാവും എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ കല്യാണം കഴിച്ചപ്പോ ചോദിച്ചു, ഇപ്പൊ സന്തോഷമായോ എന്ന് ചോദിച്ചു. ഇല്ല, വീട് വെക്കണം എന്നാ സന്തോഷമാവും എന്ന് പറഞ്ഞു. വീട് വെച്ചപ്പോ ചോദിച്ചു, ഇപ്പൊ സന്തോഷമായി ഇല്ലേ? ഇല്ല, മക്കൾ ഉണ്ടാവണ്ടേ,
നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വൈരം കൊടുക്കില്ലല്ലോ. എന്താ എന്താ വിശേഷം ചോദിച്ച് നടക്കില്ലേ. അപ്പോൾ പിന്നെ മക്കൾ ഉണ്ടാവണ്ടേ? ശരി, മക്കളുണ്ടായി, നല്ല മിടുക്കരായ 2 കുട്ടികളുണ്ടായി. ഇപ്പൊ സന്തോഷമായില്ലേ ചോദിച്ചു. ഇല്ല, മക്കൾ പഠിക്കണ്ടേ? ഓ ശരിയാണല്ലോ, മക്കൾ പഠിക്കണല്ലോ. അങ്ങനെ മക്കൾ നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി പാസ്സായപ്പോൾ ചോദിച്ചു ഇപ്പൊ സന്തോഷമായെന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പൊ സന്തോഷമായിട്ടില്ല. എന്താ കാരണം? ഇവർക്ക് പണി കിട്ടണ്ടേ? ശരിയാണല്ലോ, അങ്ങനെ അവർക്ക് പണി കിട്ടണം. അങ്ങനെ അവർക്ക് പണി കിട്ടിയപ്പോൾ ചോദിച്ചു ഇപ്പൊ സന്തോഷമായി. ഇനി അവരുടെ കല്യാണം നടക്കണ്ടേ? നല്ല കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചില്ല ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. മക്കളുടെ കല്യാണം കഴിച്ചപ്പോൾ ചോദിച്ചു ഇപ്പൊ സന്തോഷമായെന്ന് ചോദിച്ചു. ഇല്ല, ഇനിയിപ്പൊ അവർക്ക് വീട് വെക്കണം, പിന്നെ അവർക്ക് കുട്ടികളാവണം. അത് വലിയ പ്രശ്നമല്ലേ? അങ്ങനെ അവര് വീട് വെച്ച് അവർക്ക് കുട്ടികളായി ഇതെല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചു ഇനിയിപ്പോ ഒന്നും പറയില്ല, ഇപ്പൊ സന്തോഷമായി ചോദിച്ചു. ഇനിയിപ്പോ എന്താ സന്തോഷം? നീയൊക്കെ കഴിഞ്ഞില്ലേ, സന്തോഷത്തിന്റെ കാലം കഴിഞ്ഞില്ലേ യേശു. ഇതാണ് സന്തോഷത്തിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ കിട്ടുന്നതല്ല അല്ലെ. ലോകത്തിലെ ഏറ്റവും ഗംഭീരമായ വീട് വെച്ച ആൾക്ക് സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഏറ്റവും സുന്ദരനെയോ സുന്ദരിയോ കെട്ടിയാൽ സന്തോഷം ഉണ്ടാവോ? അപ്പൊ അറിയാം എന്റെ പ്രയാസം അല്ലേ. പിന്നെ ഏറ്റവും വലിയ ധനികയായാൽ സന്തോഷം ഉണ്ടാവോ? ഇല്ല. ഏറ്റവും വലിയ ഉദ്യോഗം കിട്ടിയാൽ ഇതൊക്കെ സന്തോഷത്തിന്റെ ചില കാരണങ്ങളാണ്. പക്ഷെ അത് മാത്രം ഒരിക്കലും സന്തോഷം തരില്ല. സന്തോഷം എന്ന് പറയുന്നത് ഈ മൊമെന്റിലാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ സന്ധ്യയാവുന്നു അല്ലേ, നമ്മളെല്ലാവരും ചെറിയ കാറ്റൊക്കെ വീശുണ്ട്, ഇവിടെ മരങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ ധ്യാനാത്മകമായി നിൽക്കുന്നു. മനുഷ്യർ പല വസ്ത്രം ധരിച്ച പല പ്രായത്തിലുള്ള മനുഷ്യർ, മുതിർന്നവരും കുട്ടികളും ചെറിയ കുട്ടികളൊക്കെ അടങ്ങുന്ന മനുഷ്യർ ഇങ്ങനെ ഒന്നിച്ച് ഈ വെളിച്ചത്തിൽ കൂടിയിരിക്കുന്നു. ഈ മൊമെന്റിന്റെ ഒരു ബ്ലിസ് ഉണ്ടല്ലോ, ഈ നിമിഷത്തിന്റെ ഒരു ആനന്ദം, ഈ നിമിഷത്തിന്റെ ഒരു സൗഭാഗ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റിയാൽ ഇങ്ങനെ പോകുന്ന എല്ലാ നിമിഷങ്ങളുടെയും സന്തോഷം പ്രഭാതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പ്രഭാതത്തിന്റെ സന്തോഷം അല്ലേ. രാവിലെ ആയിക്കഴിഞ്ഞാൽ ഈ കോവിഡിന്റെ പീരീഡിൽ ഞാനൊരു പ്രാവശ്യം ഒരു പരമ്പര എഴുതിയിരുന്നു. ആകാശവാണിയിൽ ഞാൻ ഒരു സീരീസ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഈ കോവിഡിന്റെ ടൈമിൽ FB-യിൽ എഴുതും, അത് ആകാശവാണിയിൽ ഒരു സീരീസ് ആയിട്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ കോവിഡിന്റെ സമയത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പം ഞാൻ വീടിൻ്റെ ടെറസിൽ, തിരുവനന്തപുരത്ത് അപ്പം താമസിച്ചിട്ടുണ്ടെന്ന് ആ സമയത്ത്, വീടിൻ്റെ ടെറസിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും. അപ്പോൾ ചില ആണുങ്ങളൊക്കെ ടെറസുകളിലിരുന്ന് പത്രമൊക്കെ വായിക്കുന്നുണ്ട്, കൊള്ളാം, പുസ്തകമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്, ചായയൊക്കെ ആയിട്ട് വരും. പെണ്ണുങ്ങളെല്ലാവരും പണിയോട് പണിയാണ് അല്ലേ, പണിയോട് പണിയാണ് പെണ്ണുങ്ങളൊക്കെ. ഞാൻ അവിടെ നോക്കാവുന്ന ആ പരിസരങ്ങളിൽ ഒറ്റ വീടുകളിലെയും പെണ്ണുങ്ങൾ രാവിലെ വന്നിട്ട് ഈ സൂര്യൻ ഉദിക്കുന്നതോ പക്ഷികൾ ഇങ്ങനെ പാടുന്നതോ ഈ പ്രഭാതത്തിലെ തണുത്ത കാറ്റിന്റെ സന്തോഷം ഒന്നും അനുഭവിക്കുന്നത് ഞാൻ കണ്ടില്ല. അപ്പം എല്ലാ പെണ്ണുങ്ങളോടും എനിക്ക് ഞാൻ അടങ്ങുന്ന എല്ലാ പെണ്ണുങ്ങളോടും എനിക്ക് ഇത്തിരി സങ്കടം വന്നു. നമുക്കും കൂടി ഉള്ളതല്ലേ അല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഈ ലോകം. നമ്മുടെ അമ്മമാർക്കുള്ളതാണ്, നമ്മുടെ അച്ഛന്മാർക്കും മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഈ ഓരോ നിമിഷങ്ങളുടെയും സന്തോഷം എന്ന് പറയുന്നത്. ഓരോ നിമിഷങ്ങളുടെയും സന്തോഷം, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് സന്തോഷം കിടക്കുന്നത്. സന്തോഷം മൊമെന്റ്സിലാണ്, നിമിഷങ്ങളിലാണ് കിടക്കുന്നത്. ആ നിമിഷങ്ങളെ സന്തോഷം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തോ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നേടാം, ഇത് കഴിഞ്ഞാൽ സന്തോഷിക്കാന്ന് വെച്ചാൽ സന്തോഷം അങ്ങനെ വഴുതി പിടിതരാണ്ട് പോവും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ എല്ലാ നിമിഷങ്ങളും എല്ലാ കൂട്ടായ്മകളും നമ്മളിങ്ങനെ സന്തോഷിക്കാൻ പഠിക്കണം. എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ച് പെരുപ്പിക്കണം, പരമാവധി പെരുപ്പിക്കണം. സങ്കടങ്ങളൊക്കെ പങ്കുവെച്ച് ചെറുതാക്കണം, സന്തോഷങ്ങൾ പരമാവധി പങ്കുവെച്ച് പെരുപ്പിക്കണം. കാരണം ജീവിതം വളരെ ചെറുതാണ്. നേരത്തെ ശ്രീധരേട്ടൻ പറഞ്ഞ പോലെ നോക്കി ഇരിക്കുമ്പോൾ ഇങ്ങനെ കലണ്ടറിന്റെ താളുകൾ മറയുന്ന പോലെ നിമിഷങ്ങൾ കടന്നു പോകും. മാസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കടന്നു പോകും. അവസാനം നമ്മൾ വയ്യാണ്ടായി കിടക്കുമ്പോൾ എന്തേ ജീവിച്ചോ എന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ കുറെ പണിയെടുത്തതേ ഉള്ളൂ, ഞാൻ ചിരിച്ചില്ലല്ലോ അല്ലെ, ഞാൻ ചിരിപ്പിച്ചില്ലല്ലോ, ഞാൻ സന്തോഷിച്ചില്ലല്ലോ, ഞാൻ മറ്റാരെയും സന്തോഷിപ്പിച്ചില്ലല്ലോ, ഞാൻ നല്ല ഒന്നും ചെയ്തില്ലല്ലോ, എനിക്കൊന്നും സമയം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് പോവാനുള്ള ഇട വരുത്തരുത്. കാരണം ഇപ്പൊ ചിരിക്കാൻ പറ്റുമ്പോ ചിരിക്കുക, പിന്നെ ചിരിപ്പിക്കാൻ പറ്റുമ്പോ ചിരിപ്പിക്കുക, പിന്നെ എല്ലാ കാര്യങ്ങളും പോട്ടെ ക്ഷമിച്ചുകളാ. കാരണം എന്താ അറിയോ, നമുക്കിതൊന്നും കൊണ്ടുനടക്കാനുള്ള സമയമില്ല, നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും കൊണ്ടുനടക്കാനുള്ള സമയമില്ല.
ദേഷ്യങ്ങൾ കൊണ്ടുനടക്കാനുള്ള സമയമില്ല. അതിനൊക്കെ ഇറക്കി വിട്ടേക്ക്. ദേഷ്യങ്ങൾ ഇറക്കി വിട്ടേക്കൂ, പ്രയാസങ്ങൾ ഇറക്കി വിട്ടേക്കൂ. കണക്ക് തീർക്കണ്ട, കണക്കുകളൊക്കെ പോട്ടെ. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിച്ച് നമ്മൾ ഫ്രീ ആയാൽ, നമുക്കിങ്ങനെ ഭാരരഹിതരായി ജീവിക്കാൻ പറ്റിയാൽ ജീവിതത്തിൻ്റെ സന്തോഷം നമുക്കുള്ളതാണ്. ഞാനൊരു ഇക്കിഗായിലേക്ക് തിരിച്ചു വരാം. ഇക്കിഗായി എന്ന് പറയുന്ന ആ കൃതിയിൽ ജപ്പാനിലെ ഒക്കിനാവയിലെ ആളുകളെ സന്തോഷം എന്താ വെച്ചാൽ ഇതുപോലെയാണ്. അവരുടെ കൂട്ടായ്മകളാണ്. എന്തിനും ഏതിനും അവർ ഒന്നിച്ചിരിക്കുന്ന ആളുകൾ, ഒന്നിച്ച് സന്തോഷവും സങ്കടവും പങ്കിട്ട് ജീവിക്കുന്ന വളരെ ആക്റ്റീവായ സോഷ്യൽ ലൈഫുള്ള ആളുകൾ, അല്ലേ? വളരെ ആക്റ്റീവായ സോഷ്യൽ ലൈഫുള്ള ആളുകൾ. അതേപോലെ തന്നെ അവര് കുറച്ച് സമയം പ്രകൃതിയിൽ ചെടി നടാനും ചെടികളെ കൂടി ഇരിക്കാനും പൂന്തോട്ടുണ്ടാക്കാനും മറന്നു പോകാത്ത മനുഷ്യർ, വ്യായാമം ചെയ്യാൻ മറക്കാത്ത ആളുകൾ, അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാത്ത മനുഷ്യർ. അവർ ആ കൃതിയിൽ എടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വയറ് വീർക്കുന്നത്ര ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. വയറ് പരമാവധി കൊള്ളുന്നത്ര ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്ത, 3/4 ഭക്ഷണം കഴിക്കുന്ന, എപ്പോഴും സന്തോഷമായിരിക്കുന്ന, എപ്പോഴും കൂട്ടുകൂടുന്ന, ഒന്നിച്ച് നടക്കാൻ പോകുന്ന, ഒന്നിച്ച് വ്യായാമം ചെയ്യുന്ന, ഒന്നിച്ച് പൂന്തോട്ടം ഉണ്ടാക്കാൻ കൃഷിപ്പണി ഒക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു സമൂഹമാണ് ഈ ഒക്കിനാവയിലെ സമൂഹം എന്ന് ആ കൃതി, അതിൻ്റെ ഓതേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനൊരു സമൂഹമാവട്ടെ ഒരുമ. ഒരുപക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒക്കിനാവയെ പോലെ അവിടെ മാത്രമല്ല സന്തോഷം, അവിടെ മാത്രമല്ല ഉള്ളത്, സന്തോഷം ഇവിടെയുമുണ്ട്, അല്ലേ? സന്തോഷം ഇവിടെയുമുണ്ട്. നമ്മളും അതേപോലെ തന്നെ സന്തോഷിച്ചും സന്തോഷം പങ്കിട്ടും ഒന്നിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു സംഘമായി നിന്നും സ്നേഹിക്കാൻ മറക്കാതെയും സന്തോഷിച്ചും സന്തോഷിപ്പിക്കാൻ മറക്കാതെ ഒക്കെ കഴിയുന്ന ഒരു സംഘമായിട്ട് ഈ ഒരുമ എല്ലാ കാലത്തും. ഒരുമ എന്നുള്ള പേരിന് തന്നെ അങ്ങനെ വലിയൊരു ശക്തി ഉണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒരുമ എന്നുള്ള പേരിന് വലിയൊരു ശക്തി ഉണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈക്കോളജിയിൽ പുതിയൊരു വിഭാഗമുണ്ട്, പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയും. പോസിറ്റീവ് സൈക്കോളജി എന്താ അത്? ഇപ്പോൾ ധാരാളം ആളുകൾ വായിക്കുന്ന ഒരു മേഖലയാണ്, ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന ഒരു മേഖലയാണ്. എന്താ സംഭവം? അതായത് ജീവിതത്തിൻ്റെ സാധാരണ സൈക്കോളജി, മനഃശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് രോഗങ്ങളെക്കുറിച്ചും മനോരോഗങ്ങളെക്കുറിച്ചും മനസ്സിൻ്റെ ഘടനയെക്കുറിച്ചാണെങ്കിൽ എങ്ങനെ സന്തോഷമായിട്ടിരിക്കാം, എങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഉയർച്ചകളിലേക്ക് നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒന്നിച്ചുയരാം എന്നൊക്കെ ഉള്ളത് പഠിപ്പിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അതിലൊന്നാണ് ഇക്കിഗായി എന്ന് പറയാം. ധാരാളം പുസ്തകങ്ങളുണ്ട്. ജോസഫ് മർഫിയുടെ പുസ്തകമുണ്ട്, അല്ലേ? ധാരാളം പേരുടെ, ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞ് നിങ്ങളെ ഇതാക്കുന്നില്ല. വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലിസ്റ്റ് തന്നെ, റീഡിംഗ് ലിസ്റ്റ് തന്നെ ഇവിടെ ശ്രീധരേട്ടനെ ഏൽപ്പിക്കാം. അപ്പം അങ്ങനെ ധാരാളം പുസ്തകങ്ങളും ധാരാളം ആളുകളും ഉണ്ട്. ഇപ്പോൾ ഒരു സന്യാസി ഉണ്ട്, ഗൗർ ഗോപാൽ ദാസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗൗർ ഗോപാൽ ദാസിന്റെ പുസ്തകമുണ്ട്. സന്യാസി ആയതുകൊണ്ട് അദ്ദേഹം മതം പ്രചരിപ്പിക്കാന്ന് വിചാരിക്കേണ്ട. അദ്ദേഹം ലോകത്തിലെ ഈ വലിയ കോർപ്പറേറ്റുകളുടെ ഏറ്റവും ഡിമാൻഡഡ് ട്രെയിനറിൽ ഒരാളാണ് ഗൗർ ഗോപാൽ ദാസ്. നിങ്ങൾ വെറുതെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോകൾ കണ്ടു നോക്കൂ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കണ്ടു നോക്കൂ. അപ്പം ഇങ്ങനെ ധാരാളം പേരുണ്ട്. ജീവിത വിജയം എങ്ങനെ നേടാം, ജീവിതത്തിൽ എങ്ങനെ സന്തോഷത്തിൽ നിലനിർത്താം. നാച്ചുറലായ അവസ്ഥ സന്തോഷമാണ്. എങ്ങനെ സന്തോഷമായിരിക്കാം, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാം, എങ്ങനെ സമാധാനം ഉണ്ടാവാം. സമാധാനം ഭയങ്കര പ്രധാനമാണ്, അല്ലേ? വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഗുരുവായൂരപ്പൻ കോളേജിൽ ഞാൻ ഉള്ളപ്പം ഒരു 2000-ഓളത്തിലധികം കുട്ടികളുള്ള ഒരു കോളേജാണ്. അപ്പം എന്താണ് പ്രശ്നം? എപ്പോഴും കുട്ടികൾ വന്നിട്ട് പറയാം ഈ പ്രശ്നം ടെൻഷൻ, ട്രോമ. ഇപ്പൊ പുതിയതാണ് ട്രോമ എന്നൊക്കെ പറയും. അപ്പോൾ എന്താ പ്രശ്നം? വീടുകളിൽ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തേ? എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തേ? പറ്റാണല്ലോ,
പറ്റണല്ലോ. നമ്മളെ കുട്ടികൾ നമ്മളോടല്ലാതെ ആരോടെ സംസാരിക്കാം? വീടുകൾ തുറന്ന് സംസാരിക്കണം. അതേപോലെ തന്നെ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ തുറന്ന് ആശയവിനിമയം ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തുറന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ കഥയിലെ ആളെ പോലെ, സംഭവത്തിലെ ആളെ പോലെ തുറന്ന് സംസാരിക്കാത്തതിൻ്റെ വലിയ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. നിങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കണം. ഒപ്പം തന്നെ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ തുറന്ന് സംസാരിക്കണം. മക്കളോട് പാരന്റിങ്ങിന്റെ കൺസെപ്റ്റ് തന്നെ മാറി. ലോകവ്യാപകമായിട്ട് പാരന്റിങ്ങിന്റെ സങ്കല്പം തന്നെ മാറി. പണ്ടത്തെ മാരത്തെ പാരന്റിങ് അല്ല, ന്യൂജൻ പാരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിലരുടെയൊക്കെ മുഖങ്ങളിൽ ഞാൻ ചിരി കാണുന്നുണ്ട്. കാരണം നമുക്ക് എങ്ങനെയാണ് ഈ പുതിയ തലമുറ, ഈ സൈബർ ലോകത്ത് കഴിയുന്ന ഈ പുതിയ തലമുറയോട് എങ്ങനെ നമ്മൾ ഇടപെടും എന്ന് അറിയാത്ത പരിഭ്രമം പല രക്ഷിതാക്കൾക്കുണ്ട്. തിരിച്ച് അങ്ങോട്ടും രണ്ട് ഭാഷ സംസാരിക്കുന്ന ആളുകളെ പോലെ രണ്ട് ലോകങ്ങളിലാണ് ഈ കുട്ടികളും അതേപോലെ രക്ഷിതാക്കളും പലപ്പോഴും അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്നത്. ഞങ്ങൾക്കും ആ പ്രശ്നമുണ്ട്. അധ്യാപകർക്ക്, സ്കൂൾ അധ്യാപകരായാലും കോളേജിലായാലും യൂണിവേഴ്സിറ്റിയിലായാലും എവിടെയായാലും അധ്യാപകർക്കും വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നമുണ്ട്. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കിടയിൽ ഈ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം നമുക്ക് മറികടന്നേ മതിയാവും. ഇതിങ്ങനെ സംസാരിക്കാത്തതിന്റെ കുഴപ്പം, നമുക്ക് പരസ്പരം മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ് നമ്മൾ ഇങ്ങനെ ഇത്രമേൽ ഒറ്റയ്ക്കായി പോകുന്നത്. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കുറവാണ്. മധുരിക്കുന്ന കോഴിക്കോട് എന്നൊരു പുസ്തകമുണ്ട് അല്ലേ? മധുരിക്കുന്ന കോഴിക്കോടാണ്. കാരണം അത്രമേൽ സ്നേഹമുള്ള ആളുകളെ സ്ഥലമാണ് കോഴിക്കോട്. പക്ഷേ കോഴിക്കോട് അത്ര അധികമല്ല. പക്ഷെ അങ്ങോട്ട് തെക്കോട്ട് പോയി നോക്കൂ, എത്ര വീടുകളാണ് അടച്ചു കിടക്കുന്നത്. എത്ര വീടുകളാണ് ആള് താമസിക്കാതെ അടച്ചു കിടക്കുന്നത്. എവിടെ പോയി ഇവരൊക്കെ? കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് പോയി. വയസ്സായ അച്ഛനും അമ്മയും അല്ലേ മാത്രം വീട്ടിലുണ്ടാവും. ചിലപ്പോൾ അവരും ഉണ്ടാവില്ല. അങ്ങനെ വലിയ വലിയ മഹാമന്ദിരങ്ങൾ കെട്ടി ആരും ഇല്ലാണ്ട് അവിടെ CCTV ക്യാമറയൊക്കെ വെച്ച് ഇരിക്കുന്ന എത്രയോ വീടുകൾ കേരളത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒഴിഞ്ഞ വീടുകൾ, ആളില്ലാത്ത വീടുകൾ, അതേപോലെ തന്നെ ഒഴിഞ്ഞ മനസ്സുകൾ, പങ്കിടാത്ത സങ്കടം, പങ്കിടാത്ത സന്തോഷം, പങ്കിടാത്ത സ്വന്തം ഉള്ളിലെ പല 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 ചിന്തകൾ. ഇതൊക്കെ മാറണം. എല്ലാം പങ്കിട്ട് നമുക്ക് നമ്മുടെ കുട്ടികൾ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത് കാണണം. നമ്മുടെ വീട് മാത്രം കണ്ട് നമ്മുടെ കുട്ടികൾ വളർന്നാൽ അവർക്ക് മനസ്സിലാവില്ല ഈ ലോകത്ത് എന്താ നടക്കുന്നതെന്ന്. അടുത്ത വീട്ടിലെ പ്രശ്നം, അടുത്ത വീട്ടിലെ സന്തോഷവും, അടുത്ത വീട്ടിലെ പങ്കിടലും, എൻ്റെ വീട്ടിലെയും ഒക്കെ മനസ്സിലാവുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ ലോകം എന്താണെന്ന് മനസ്സിലാവുക. അങ്ങനെ എല്ലാം കൊണ്ടും പങ്കിട്ട് ഒരുമ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു അസോസിയേഷനായി ഇത് മാറട്ടെ. ഇനി നിരന്തരം ഇത്തരത്തിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള ഒരു സ്നേഹ കൂട്ടായ്മയായിട്ട് ഇതിന് ഉള്ള കാലം ഇരിക്കാൻ പറ്റട്ടെ. 12 വർഷമായിട്ട് പ്രസിഡന്റാണ് ശ്രീധരേട്ടൻ, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനിയും എന്താ പറയാ, പതിറ്റാണ്ടുകൾ ശ്രീധരേട്ടൻ പ്രസിഡന്റ് ആയിരിക്കട്ടെ. അപ്പൊ അതിങ്ങനെ എന്താ പറയാ, ഈ ഒരുമ എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് എന്നും ഏറ്റവും സന്തോഷപ്രദമായി മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഇതിൻ്റെ വനിതാ വിങ്ങായാലും യൂത്ത് വിങ്ങായാലും അല്ലാത്ത പൊതുവിഭാഗമായാലും എല്ലാം തന്നെ ധാരാളം പ്രവർത്തനങ്ങളും ധാരാളം നല്ല നല്ല പരിപാടികളും, അതിലപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനം സ്നേഹവും പങ്കിടലും, അതിന് ഒരു ലോഭവുമില്ലാത്ത സമൃദ്ധമായ സ്നേഹവും സമൃദ്ധമായ പങ്കിടലും അല്ലെ, സമൃദ്ധമായ ഐക്യവും സമൃദ്ധമായ തിരിച്ചറിയലും ഒക്കെയുള്ള ഒരു വലിയ കുടുംബമായിട്ട്, ഒരുമ എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന വലിയൊരു കുടുംബമായിട്ട് എന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ 14ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ ശ്രീമതി കവിത അരുണാണ്. കവിത അരുൺ ഒരുമയുടെ മുഖ്യ രക്ഷാധികാരിയുമാണ്. മുഖ്യ അതിഥിയെ സംസാരിക്കാൻ വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഒരുമ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ശ്രീധരേട്ടൻ, ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമുക്കെല്ലാം നല്ല ഒരു ക്ലാസ് ഇവിടെ എടുത്ത
പ്രിയപ്പെട്ട എഴുത്തുകാരിയും അധ്യാപികയുമായിട്ടുള്ള ഡോക്ടർ TV സുനീത, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മുന്നിൽ സന്നിധരായിരിക്കുന്ന ഒരുമാൻ കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, സുദീർഘമായിട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, നമുക്കിന്ന് ഉദ്ഘാടകയെ കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ധാരാളം കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്തെയും അതോടൊപ്പം തന്നെ നമ്മളെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ കണ്ണു തുറന്ന ഒരു പ്രസംഗമായിരുന്നു. വളരെ സന്തോഷമുണ്ട് ടീച്ചറുടെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഗൗരവത്തോടു കൂടെ കാണേണ്ട പല കാര്യങ്ങളെ പറ്റി ടീച്ചർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് ഒരുമാൻ റെസിഡൻസ് അസോസിയേഷന്റെ 14ാം വാർഷികാഘോഷം എന്ന് പറയുന്നത്, അതിലെ 12 വർഷവും പ്രസിഡന്റായിട്ടുള്ള ശ്രീധരേട്ടനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. 12 വർഷം പോയിട്ട് 2 വർഷം പോലും പല ആളുകൾക്കും ഒരു റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വരികയും ആ റെസിഡൻസ് അസോസിയേഷനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഉള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അറിയുന്നവരും പറയുന്നവരുമാണ് ഭൂരിഭാഗം ആളുകളും. അപ്പം ഒരുമാൻ റെസിഡൻസ് അസോസിയേഷനിലെ 151 വീടുകൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ എല്ലാവരെയും ഒരേപോലെ കൂട്ടിയിണക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും പ്രാദേശികമായിട്ടും അല്ലാതെയും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഈ റെസിഡൻസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന പദവി നിലനിർത്തിയിട്ടുണ്ട്. പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. നമുക്കറിയാം, ഒരുമാൻ റെസിഡൻസ് കഴിഞ്ഞ 2011 തോന്നുന്നു സ്ഥാപിച്ചത്. ആ സമയങ്ങളിൽ മുതൽ എല്ലാ പരിപാടികളും നേരത്തെ ശ്രീധരേട്ടൻ തന്നെ ഇവിടെ പറഞ്ഞു, പലപ്പോഴും പല ഘട്ടങ്ങളിൽ 10-20 പരിപാടി നടക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ 12 പരിപാടിയായി ചുരുങ്ങിയിരിക്കുകയാണെന്ന്. പലപ്പോഴും എല്ലാവരും തിരക്ക് പിടിച്ച ഈ ലോകത്ത് ഇതുപോലെ റെസിഡൻസ് അസോസിയേഷന്റെ യോഗങ്ങളിലും മറ്റു പരിപാടികളിലും ഒക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ സമയക്കുറവ് കൊണ്ടും ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്നാലും ഈ റെസിഡൻസിന്റെ ഇപ്പൊ അസോസിയേഷന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും, അതായത് പ്രത്യേകിച്ച് വനിതാ വിങ്, അവരുടെ സാധാരണഗതിയിൽ ഞങ്ങൾ റെസിഡൻസിന്റെ വാർഷികാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ വനിതാ വിങ്ങിന്റെ രീതിയിലുള്ള ഒരു റിപ്പോർട്ടൊന്നും അവതരിപ്പിക്കാറില്ല. പക്ഷെ ഇവിടുന്ന് വ്യത്യസ്തമായിട്ട് ഒരുമാൻ റെസിഡൻസ് അസോസിയേഷന്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ട്. അതിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. എല്ലാവരുടെയും കൂട്ടമായൊരു പരിശ്രമം കൊണ്ട് മാത്രമാണ് ഇന്നും നല്ല രീതിയിൽ ഒരുമാൻ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ വാർഡിലെ കൗൺസിലർ എന്ന രീതിയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരുമാൻ റെസിഡൻസിനെ പറ്റി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ധാരാളം ചികിത്സാ സഹായ കമ്മിറ്റികൾ ഇവിടെ രൂപീകരിക്കുകയുണ്ടായി. ഏകദേശം 2020 മുതൽ 2025 വരെ 7 ചികിത്സാ സഹായ കമ്മിറ്റികൾ രൂപീകരിക്കുകയുണ്ടായി. അപ്പം ഈ വാർഡിലെ കൗൺസിലർ എന്ന രീതിയിൽ പലപ്പോഴും നമ്മളോട് ആവശ്യപ്പെട്ട് നമ്മൾ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് എല്ലാ റെസിഡൻസ് അസോസിയേഷനും വളരെ നല്ല രീതിയിലാണ് നമ്മളുമായിട്ടും ഐക്യത്തോടു കൂടിയാണ് പോകാറ്. പക്ഷെ പിരിവെടുക്കുക എന്ന് പറഞ്ഞ വലിയ ദൗത്യം തന്നെയാണ്. ഓരോ വീടുകൾ കയറി ഇറങ്ങി 151 വീടുകളിൽ കയറി ഇറങ്ങി ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ അർഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ചികിത്സാ സഹായത്തിനായാലും കിഡ്നി മാറ്റിവെക്കുന്ന സഹായത്തിനായാലും വളരെ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച റെസിഡൻസ് അസോസിയേഷന്, സുനിജ ചികിത്സാ സഹായ കമ്മിറ്റി ആയാലും മൻസൂർ ചികിത്സാ സഹായ കമ്മിറ്റി ആയാലും നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലെ നമ്മുടെ മുരളിയേട്ടൻ്റെ ചികിത്സാ സഹായ കമ്മിറ്റി ആയാലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ടിയിട്ട് വളരെയധികം നല്ല രീതിയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 10-12 ദിവസമായി നീണ്ടു നിന്ന ശ്രമദാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിലെ കോഴിക്കോട് കോർപ്പറേഷന്റെ കണ്ടിൻജൻസി തൊഴിലാളികൾ എല്ലാ റോഡുകളും അടിച്ചു വരാനോ എല്ലാ റോഡുകളും കാട് വെട്ടാനോ വരാറില്ല. പക്ഷെ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ പ്രദേശത്തുള്ള ഓരോ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ സ്ക്വാഡായി തിരിച്ച് എല്ലാ പ്രദേശങ്ങളിലും പൂർണ്ണമായിട്ട് വളരെ വൃത്തിയായിട്ട് ശുചീകരിച്ചിട്ടുണ്ട്. അന്ന് പരിപാടിക്ക് വരണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് വലിയ സുഖമില്ലാത്തതുകൊണ്ടാണ് വരാഞ്ഞത്. അപ്പം അതിനും പ്രത്യേകം അഭിനന്ദനം. വളരെ വൃത്തിയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കോർപ്പറേഷന്റെ ജോലിക്കാർ ചെയ്താലും ഒരു അത്ര വൃത്തിയാവില്ല, അത്ര വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേക അഭിനന്ദനങ്ങൾ നമ്മുടെ റെസിഡൻസിന്റെ എല്ലാവരും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നിപ്പം വീടുകളിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുസ്തഫനോട് പറയുമായിരുന്നു, സ്ത്രീകളും കുട്ടികളും ധാരാളം ഉണ്ട്. പക്ഷെ യൂത്തായിട്ടുള്ള ആൺകുട്ടികളും കുറെ പുരുഷന്മാരുടെയും
എണ്ണത്തിൽ കുറവ് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് കാണുന്നുണ്ട്. ആണുങ്ങളുടെ ഒരു കുറച്ച് ആണുങ്ങളില്ല എന്നല്ല പറഞ്ഞത്, സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു പുരുഷ സാന്നിധ്യം കുറവ് തന്നെയാണ്. അപ്പൊ ഇന്ന് പുരുഷ സാന്നിധ്യത്തിനേക്കാൾ ഉപരിയായിട്ട് യുവാക്കളുടെ ഒരു സാന്നിധ്യം കുറവായി വരുന്ന സ്ഥിതിവിശേഷമാണ്. അത് ഞാൻ ഈ റെസിഡൻസ് അസോസിയേഷന്റെ മാത്രം കാര്യമല്ല, ഞങ്ങൾ ഇതുപോലെ ലൈബ്രറിയുടെ പരിപാടിക്കും മറ്റു പരിപാടികൾക്കും പൊതുവായിട്ടുള്ള സ്പോർട്സ് ആർട്സ് ക്ലബിന്റെ ഒക്കെ ഉദ്ഘാടനങ്ങളിൽ പോയാൽ തന്നെ യുവാക്കളുടെ ഒരു മുന്നോട്ടുള്ള കടന്നുകയറ്റം വളരെ കുറവായിട്ടാണ് കാണുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ ഒരു വേദിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ 10-15 കൊല്ലം കഴിഞ്ഞാൽ ഇവരെ നയിക്കേണ്ട അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകളെ നയിക്കേണ്ട ആളുകൾ ഇപ്പോഴേ മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ റെസിഡൻസ് അസോസിയേഷൻ ആയാലും ഒരു ലൈബ്രറി ആയാലും ഒരു ക്ലബ്ബായാലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ പിന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഉള്ള ഒരു ലോകത്താണ്. എല്ലാവർക്കും യൂട്യൂബും കമ്പ്യൂട്ടറും ഒക്കെ മാത്രം മതി, അല്ലെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കും മാത്രം മതി. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തൊട്ടടുത്ത വീട്ടില് ഈ കത്തുന്നത് ഫേസ്ബുക്കിലൂടെ മാത്രം അറിയുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നമ്മളൊക്കെ മാറിയിരിക്കുന്നു. പണ്ട് നമ്മളെ വീടുകളിലൊന്നും ഇതുപോലെ എല്ലാ വീടുകളിലും TV ഉണ്ടായിരുന്നില്ല, ഫോണ് തീരെ ഉണ്ടായില്ല. ലാൻഡ് ഫോൺ തന്നെ ഒരു പ്രദേശത്തേക്ക്, ഇപ്പോൾ ഒരു കൊമ്മേരിയൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് 2-3 വീടുകളിൽ മാത്രം ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരാൾക്ക് 2-3 കണക്ഷൻ, ആ വീട്ടിലെല്ലാവർക്കും സ്മാർട്ട് ഫോണ്. അതോടൊപ്പം തന്നെ മോളിൽ നിന്ന് താഴെ അമ്മ മുകളിലേക്ക് കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക ഫോണിലൂടെ. അങ്ങനെ രീതിയിലേക്ക് നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് പോയി. അത്രത്തോളം അഡ്വാൻസ് ആവണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ പരസ്പരം സംസാരിക്കാനും സ്നേഹങ്ങൾ പങ്കുവെക്കാനും നമ്മളെ കുട്ടികളുടെ പ്രശ്നങ്ങളായാലും അമ്മമാരുടെ പ്രശ്നങ്ങളായാലും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിയാൻ പരസ്പരം സംസാരിച്ചുകൊണ്ട് അറിയുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ അടുത്ത കോഴിക്കോട് കോർപ്പറേഷൻ വയോജന സൗഹൃദ നഗരമായിട്ട് മാറിയ കാര്യം. വയോജന സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് എല്ലാ വീടുകളിലും കൂടുതൽ 60 വയസ്സിന് മുകളിലെ മുതിർന്ന പൗരന്മാർ ധാരാളമുള്ള ഒരു നഗരമായിട്ട് കോഴിക്കോട് പട്ടണം മാറിയിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞത് ശരി തന്നെയാണ്. പല ആൾക്കാരും ഇവിടെ ജോലിയൊക്കെ ഇവിടുത്തെ ജോലി അല്ലെങ്കിൽ ഇവിടുത്തെ രീതിയിൽ ശമ്പളം മതിയാവാത്തത് കൊണ്ടോ ജീവിത സാഹചര്യം കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ അന്യ സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലേക്കും UK USA പോലുള്ള കൺട്രികളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. പഠിക്കാനെന്നല്ല പോവുകയും പിന്നെ അവിടെ എത്തി അവിടുത്തെ ജീവിത സാഹചര്യം അവിടുത്തെ ശമ്പളമൊക്കെ കാണുന്ന തീർച്ചയായും നമ്മൾ ജനിച്ച നാടിനെ മറക്കുകയും ജനിച്ച വീടിനെ മറക്കുകയും ചെയ്യാണ്. പക്ഷെ അതിനാരെയും കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. നമുക്ക് പഠിക്കുന്നതിന് പക്ഷെ വളരെ സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ വലിയ വീടുകളിൽ ഒരു അച്ഛനോ അമ്മ മാത്രമായിരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരമായിട്ട് ഒരു സങ്കടങ്ങൾ പറയാനോ പലപ്പോഴും ഒരു കാര്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു സാഹചര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് നമ്മുടെ 60 വയസ്സിന് മുകളിലുള്ള ആളുകളിലേക്ക് മാറിയിരിക്കുന്ന വലിയ ദൗർഭാഗ്യകരമായ കാര്യമാണ്. ആ സമയങ്ങളിലാണ് നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷന്റെ പോലെയുള്ള അവരുടെ ഇടപെടൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ന് റെസിഡൻസിന്റെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വീടുകളിൽ എത്താറുണ്ട്. ആ ഒരു കാര്യം വലിയ അനുഗ്രഹമായി കാണണം. നമ്മുടെ വാർഡിൽ ഏകദേശം 20ഓളം റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. ഇവിടെ പുലരിയുടെയും കൊമ്മേരി റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ റെസിഡൻസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ഒരു റെസിഡൻസ് അസോസിയേഷനായി മാറണം. കോഴിക്കോട് കോർപ്പറേഷനിൽ നടപ്പാക്കുന്ന പല പദ്ധതികളും മാലിന്യ സംസ്കരണമായിട്ടുള്ള പദ്ധതികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരു കൗൺസിലർ എന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ അറിയിക്കാനുള്ള ഉപാധി കൂടിയ റെസിഡൻസ് അസോസിയേഷനാണ്. ഇപ്പം അടുത്ത് തന്നെ അമൃതിന്റെ ഫ്രീ കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആർക്കെങ്കിലും പൈപ്പ് ഫ്രീ കണക്ഷൻ വേണമെങ്കിൽ പ്രസിഡന്റിനോട് പറഞ്ഞ ഫോം എത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അജൈവ മാലിന്യങ്ങളുടെ സംസ്കരണം അതായത് GP സൗജന്യമായി നൽകുന്നുണ്ട്. ആ ഫോമുകൾ വേണമെങ്കിലും നിങ്ങൾ പറയുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പണ്ടത്തെ കാലത്ത് പോലെയല്ല, ഓരോ ആളുകളെ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. റെസിഡൻസിന്റെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു ചെറിയ നോട്ടീസ് അല്ലെങ്കിൽ ചെറിയൊരു അറിയിപ്പ് അറിയിച്ചാൽ എല്ലാവർക്കും അറിയാൻ സാധിക്കും. പൂർണ്ണമായിട്ടുള്ള സഹകരണം റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും 2025 വളരെ പ്രതീക്ഷയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്കൊരു മാസം കഴിഞ്ഞു, ഇനി 11 മാസം മാത്രമേ 25 ബാക്കിയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പറന്നു പോകുന്നത് പോലെ ദിവസങ്ങളും നിമിഷങ്ങളും ആഴ്ചകളും മാസങ്ങളും പറന്നു പോവുകയാണ്. നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും സഹജീവികൾക്ക് കൂടി ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ 14ാം വാർഷികാഘോഷ പരിപാടിയിൽ ഒരു മുഖ്യാതിഥിയെ എന്നെ ക്ഷണിച്ചതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം.